അത് മാത്രമാണ് നീറ്റ് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധപൂർവ്വം വളരെ ക്ഷമയോടുകൂടി നമ്മൾ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം. ആപ്ലിക്കേഷൻ സംബന്ധിച്ചോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ചോ അപ്ലോഡ് ചെയ്യുന്ന ഇമേജുകളൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും നമുക്ക് പാകപ്പിഴകളുണ്ടെങ്കിൽ ഒരു പോരായ്മകളുണ്ടെങ്കിൽ അതിനൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള മെത്തേഡുകളുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു അഡ്രസ്സ് മതി, കേരളത്തിൽ എവിടെ വേണമെങ്കിലും പരീക്ഷ എഴുതാം. പരീക്ഷ എഴുതുന്ന ജില്ലയിൽ തന്നെ ഒരു അഡ്രസ് പ്രൂഫൊന്നും വേണ്ട, കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് ഉണ്ടായാൽ മതിയാകും. ആ സമയത്ത് ഈ വിദ്യാർത്ഥി ആപ്ലിക്കേഷൻ സമയത്ത് എന്തെല്ലാം കൊടുത്തു അത് ജെനുവിനാണോ എന്ന് ആ സമയത്ത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇപ്പോൾ ഇരുന്ന് ഈ മുഴുവൻ 25 ലക്ഷം വിദ്യാർത്ഥികളുടെയും ഒരു ഡേറ്റയും NTA വെരിഫൈ ചെയ്യുന്നില്ല, അവർ നമ്മളെ ഒട്ടൊന്നും അറിയിക്കത്തുമില്ല. അപ്പോൾ ഈ മാർച്ച് 9-ാം തീയതിയിലത്തെ കറക്ഷൻ എന്ന് പറയുന്നത് നമ്മളായിട്ട് വരുത്തിയ തെറ്റുകൾ തിരുത്താനാണ്. സാർ ഇപ്പോൾ പറഞ്ഞു നമുക്ക് തിരുത്താനുള്ള അവസരങ്ങൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. സാർ അതിൻ്റെ ഒരു മറുവശം കൂടി, നമുക്ക് ഇനി തിരുത്താൻ പറ്റില്ല ഈ കാര്യം എന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിലുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ആധാർ വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷനോട് മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ഇപ്പം ഇതിനകത്തൊരു ക്വാളിഫിക്കേഷൻ കോഡ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് അപ്പിയറിംഗ് ആണോ, 2025 ബോർഡ് എക്സാം എഴുതുന്നവരാണോ, അതോ ഇതിനു മുമ്പ് തന്നെ ഓൾറെഡി ക്വാളിഫിക്കേഷൻ ക്ലിയർ ചെയ്തതാണോ, പാസ്ഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി റിപ്പീറ്റേഴ്സ് ആണെങ്കിലും റീ റിപ്പീറ്റേഴ്സ് ആണെങ്കിലും സൂപ്പർ റിപ്പീറ്റേഴ്സ് ആണെങ്കിലും ക്വാളിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്നത് 2. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 132ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, തീർച്ചയായിട്ടും മെയ് 4-ാം തീയതിയാണ് നമ്മുടെ എക്സാം എന്നുള്ളത് NTA ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരുടെയും ഒരു സംശയമായിരുന്നു ഈ ഡേറ്റിൻ്റെ കാര്യം, എന്താകും എന്നൊക്കെ ഉള്ളത് വളരെ ഒരു സംശയമായിരുന്നു. അപ്പോൾ എല്ലാത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ ഏകദേശം വന്നു. 100%. 2025 നീറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന 25 ലക്ഷം വിദ്യാർത്ഥികൾക്കും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ഓൺലൈൻ ആപ്ലിക്കേഷനും അതിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിനും എല്ലാം തന്നെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 2024, അതായത് മുൻ വർഷങ്ങളിലെ പോലെ തന്നെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സാർ, ഇപ്പോൾ അങ്ങനെ എല്ലാത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ചെറിയൊരു സംശയത്തോടുകൂടി ആളുകൾ കാണുന്നത് ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരുപാട് പേരൻസും വിദ്യാർത്ഥികളും ഒക്കെ ഉണ്ട്. അവരുടെ ശ്രദ്ധയിൽ നമുക്ക് ആദ്യം ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ശിവൻ സാറിനോട് ഞാൻ ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞതുപോലെ തന്നെ നീറ്റ് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഒരു ശ്രദ്ധ നമ്മൾ കൂടുതൽ കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം, മെയ് 4-ാം തീയതി നമ്മുടെ കുട്ടി ഏറ്റവും കംഫർട്ടായിട്ട് ഏറ്റവും ഏകാഗ്രതയോടുകൂടി പരീക്ഷാ ഹാളിലിരിക്കണം. അത് മാത്രമാണ് നീറ്റ് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധപൂർവ്വം വളരെ ക്ഷമയോടുകൂടി നമ്മൾ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം. ആപ്ലിക്കേഷൻ സംബന്ധിച്ചോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ചോ അപ്ലോഡ് ചെയ്യുന്ന ഇമേജുകളൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും നമുക്ക് പാകപ്പിഴകളുണ്ടെങ്കിൽ ഒരു പോരായ്മകളുണ്ടെങ്കിൽ അതിനൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള മെത്തേഡുകളുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ഒരു കറക്ഷൻ എന്നോ വിചാരിച്ചൊന്നും യാതൊരു പ്രോബ്ലവുമില്ല. പക്ഷേ എക്സാം സെൻറ്ററിൽ നമ്മുടെ കാൻഡിഡേറ്റ് എത്രത്തോളം കംഫർട്ടായിരിക്കും എന്നുള്ളതിനൊരു പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പറയുകയാണെങ്കിൽ, കണ്ണാടി വെച്ചൊരു കുട്ടി പരീക്ഷ എഴുതുന്നു. അപ്പം നിയമത്തിനനുസരിച്ച് നമുക്കറിയാം, നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനകത്തോ നമ്മുടെ അഡ്മിറ്റ് കാർഡിലോ ഒന്നും കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയിൽ സ്പെക്ടക്കിൾസ്, കണ്ണാടി സ്പെക്സ് വേണമെന്ന് പറയുന്നില്ല. റെഗുലറായിട്ട് സ്പെക്സ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ സ്പെക്സ് വെച്ച് ഫോട്ടോ എടുക്കുന്നതാണ് നല്ലതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പരീക്ഷാ ഹാളിൽ നമ്മൾ ചെല്ലുമ്പം നമ്മൾ കണ്ണാടി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കണ്ണാടി വെച്ച് പരീക്ഷ എഴുതുന്ന നമ്മുടെ മനസ്സിൽ മുഴുവൻ ഈ ഇൻവിജിലേറ്റർ ഇപ്പം ചോദിക്കുമോ അഡ്മിറ്റ് കാർഡിൻ്റെ ഫോട്ടോയിൽ കണ്ണാടി ഇല്ല. അപ്പം ഇദ്ദേഹം അടുത്ത് വരുമ്പം അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്ന ആളാണെങ്കിൽ സംശയിക്കേണ്ട, കണ്ണാടി വെച്ച് ഫോട്ടോ എടുത്തോളുക. ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ എല്ലാ കാര്യത്തിലും ഇതിൻ്റെ ഒരു ജെനുവിനിറ്റി എന്ന് പറയുന്നത്. അപ്പം സമാധാനത്തോടു കൂടി ഓൺലൈൻ അപ്ലൈ ചെയ്യുക. നമുക്ക് അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ID പ്രൂഫിൻ്റെ കാര്യത്തിൽ ഇപ്പം ആധാർ വേണോ, ആധാർ വേണോ, ഡിജി ലോക്കർ വേണോ, പാസ്പോർട്ട് വേണോ എന്നൊക്കെ പലതരം സംശയങ്ങളുണ്ട്. കാരണം എല്ലാവരുടെ കാര്യത്തിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഒന്നുകിൽ അഡ്രസ്സിൻ്റെ പിൻകോഡ് വരെയൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഇതെന്തെങ്കിലും നമുക്ക് അവിടെ ഒരു ഐഡൻറ്റിഫിക്കേഷനെ നമുക്ക് ബാധിക്കുമോ എന്നുള്ളത്, അതൊന്നും ഒരിക്കലും ഇല്ല. നമുക്ക് കറക്റ്റായിട്ടൊരു ഫോട്ടോ, ആളെ തിരിച്ചറിയുന്നൊരു ഫോട്ടോ ഉള്ളൊരു ID പ്രൂഫുമായിട്ടാണ് നമ്മൾ പോയി പരീക്ഷ എഴുതേണ്ടത്. അപ്പോൾ ആ ഫോട്ടോ ഉള്ള ID പ്രൂഫ് എന്ത് വേണം? ഏറ്റവും നല്ലത് ആധാറാണ് നല്ലത്. അപ്പം ആധാർ നമ്മൾ വെക്കുന്നു. അപ്പം നമുക്കൊരു സംശയം, നമുക്ക് ക്ലാസ് 10-ലെ പേരുമായിട്ട് ശകലം വ്യത്യാസമുണ്ട്. അപ്പോൾ ക്ലാസ് 10 വെക്കണോ? കാരണം ക്ലാസ് 10 അനുസരിച്ച് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ നമുക്ക് കൊണ്ടുപോകാനുള്ള ID പ്രൂഫ് ആധാർ മാത്രമേ ഉള്ളൂ. അതിനകത്ത് കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേരോ അഡ്രസ്സോ ഒന്നും അവിടെ ചെക്ക് ചെയ്യുന്നില്ല. ബട്ട്
കാൻഡിഡേറ്റിൻ്റെ പേരിനകത്ത് ഇൻഷ്യലിനകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംതിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? നമുക്ക് കംഫർട്ടായിട്ട് പരീക്ഷ എഴുതണം. അവിടെ നമ്മൾ കൊണ്ടുപോകുന്ന ഐഡിയ എന്താണോ അതനുസരിച്ച് തന്നെ നീറ്റ് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്നു. ദെൻ അഡ്മിഷൻ ടൈം, ആ സമയത്ത് നമുക്ക് 1 and same സർട്ടിഫിക്കറ്റ് കാണിച്ച് എന്ത് വേണമെങ്കിലും കറക്റ്റ് ചെയ്യാം. നമുക്ക് അതിന് ധാരാളം സമയം ലഭിക്കും. അപ്പം എക്സാം മെയ് 4-ാം തീയതിയിലുള്ള എക്സാമിനാണ് ഏറ്റവും പ്രാധാന്യം. ആ 3 മണിക്കൂറും 180 ചോദ്യങ്ങളും 180 OMR ഷീറ്റിലെ ബബിൾസും, അതാണ് നീറ്റ് 2025 ഭാവി തീരുമാനിക്കുന്നത്. അത് മാത്രമാണ് ഭാവി തീരുമാനിക്കുന്നത്. അപ്പം അത് ഏറ്റവും കംഫർട്ടാകാനുള്ള ആ എക്സാം ഹാളിൽ ചെല്ലുന്ന 11 മണി തന്നെ എക്സാം ഹാൾ ഓപ്പൺ ആവും. 1:30 ആണ് ക്ലോസിംഗ് ടൈം. 2 to 5 ആണ് എക്സാം. ഓഫ്ലൈൻ എക്സാമാണ്. OMRൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും കംഫർട്ടായിട്ട് ചെയ്യാൻ ഉള്ള ഒരു മെത്തേഡ് ആയിരിക്കണം. ആ കംഫർട്ടായിട്ട് എക്സാം എഴുതുന്നതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. സർ, അതുപോലെ തന്നെ ഈ ഒരു എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ദുബായിലുള്ളവർക്ക് ദുബായിൽ തന്നെ എക്സാം എഴുതാൻ അതാണോ കംഫർട്ട്, അതോ ഇപ്പോൾ നമ്മുടെ സെൻറ്ററുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിനോടനുബന്ധിച്ച് എവിടെയെങ്കിലും എഴുതുന്നതാണോ, അതോ അവരുടെ തന്നെ നാട്ടിൽ എഴുതുന്നതാണോ? ഇതൊക്കെ ഒരു ചോദ്യങ്ങളായിട്ട് നിലനിൽക്കാം. ഇതിനെന്തായിരിക്കും സാർ പറയാനുള്ളത്? 100% ബ്രില്യൻറ്റ് പറയുന്നത് പേരൻസ് എവിടെയാണോ, രക്ഷിതാക്കൾ എവിടെയാണോ അവരുടെ അടുത്ത് ഏറ്റവും ലാസ്റ്റ് ടൈമിൽ അവരുടെ അടുത്ത് നിന്ന് അവരുടെ അടുത്തുനിന്ന് പോയി വരാവുന്ന, അവർക്ക് കൊണ്ടുപോയി വിടാവുന്ന അടുത്തുള്ള ഒരു എക്സാം സെൻറ്റർ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇപ്പോൾ ദുബായിലാണ് പേരൻസ്, കുട്ടി കേരളത്തിലാണെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. പക്ഷേ അവരുടെ നേറ്റീവ് പ്ലേസിൽ, അവരുടെ കേരളത്തിലെ സ്ഥലത്ത് അവരെ സഹായിക്കാനായിട്ട് സിബ്ലിങ്സോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് തന്നെ പോയി എഴുതുന്നത് തന്നെയാണ് ഏറ്റവും കംഫർട്ട്. ഇനിയൊരു സ്ഥലത്ത് എഴുതി എന്ന് വിചാരിച്ച് നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല. 2022 വിദേശ രാജ്യങ്ങളിൽ പലതും പല എക്സാമുകളായിരുന്നു, പല പരീക്ഷകളായിരുന്നു, പല ക്വസ്റ്റ്യൻ പേപ്പറുകളായിരുന്നു. 2023 വിദേശത്ത് പല സെൻറ്ററുകളിലും പല ക്വസ്റ്റ്യൻ പേപ്പറുകളായിരുന്നു. അതിൻ്റെ ടഫ്നെസ് ഈക്വൽ ആയിരുന്നെങ്കിൽ പോലും പല എക്സാമുകൾ അനുസരിച്ച് പല ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് എഴുതേണ്ടി വന്നു. പക്ഷേ 2024 അങ്ങനെ വന്നില്ല, ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അപ്പോൾ ഈ വർഷം 2025 എല്ലാ എക്സാം സെൻറ്ററുകളും ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടൊന്നും യാതൊരു തരത്തിലും ബുദ്ധിമുട്ടില്ല. കാൻഡിഡേറ്റ് ഏറ്റവും കംഫർട്ടായിട്ടിരിക്കേണ്ട എക്സാം സെൻറ്റർ ഏതാണോ അവിടെ തന്നെയാണ് പരീക്ഷ എഴുതേണ്ടത്. ഇപ്പോൾ കാൻഡിഡേറ്റ് വിദേശത്താണെന്നുണ്ടെങ്കിൽ വിദേശത്ത് തന്നെ എഴുതുന്നതാണ് നല്ലത്. കാരണം അവിടെ ഇത്രത്തോളം ഒരു ഫ്രിസ്കിങ്ങോ ടെസ്റ്റിങ്ങോ അല്ലെങ്കിൽ ചെക്കിങ്ങോ ഒന്നുമില്ല. അവർക്ക് അവിടുത്തെ സ്കൂളിൽ സ്ഥിരമായിട്ട് പോയി എഴുതുന്നത് പോലെ തന്നെ ഏറ്റവും ഈസി ആയിട്ട് പോയി പാസ്പോർട്ട് കാണിക്കുന്നു, പരീക്ഷ എഴുതുന്നു, തിരിച്ചു പോരുന്നു. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് നടക്കും. ഇനി കേരളത്തിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ജന്മസ്ഥലം, അവരുടെ വീടിരിക്കുന്നത് എവിടെയാണോ അപ്പോൾ ആ പ്രദേശത്തിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ട്. ആ പ്രദേശത്തെ സ്കൂളുകളെക്കുറിച്ചും അവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ചും നല്ല ഐഡിയ ഉണ്ട്. അവിടെ തന്നെ എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം, ഈവൻ നമ്മുടെ ഫോട്ടോ മറന്നുപോയി അല്ലെങ്കിൽ നമ്മുടെ ആധാർ മറന്നുപോയി, അപ്പോൾ എന്തെങ്കിലും നമുക്കൊന്ന് പർച്ചേസ് ചെയ്യണമെങ്കിലോ ഒക്കെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്ക് സ്ഥിരം അറിയാവുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഇനി അതല്ല, നമുക്ക് ഏറ്റവും ലാസ്റ്റ് എക്സാം വരെ ഇതിനൊരു പ്രിപ്പറേഷന് നമുക്ക് ബ്രില്ലിനെ സംബന്ധിച്ചോളം മെയ് 3-ാം തീയതി ഒരു എക്സാം ഉണ്ട്. അപ്പം തിരിച്ച് വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടാവും, ഒരു കോൺഫിഡൻസിൽ വ്യത്യാസം ഉണ്ടാവും. അവർക്ക് പഠിക്കുന്ന സ്ഥലത്ത് തന്നെ എക്സാം സെൻറ്റർ എഴുതാം. അപ്പം അതിന് അഡ്രസ് പ്രൂഫൊന്നും വേണ്ട. കേരളത്തിലെ ഏതെങ്കിലും ഒരു അഡ്രസ്സ് മതി, കേരളത്തിൽ എവിടെ വേണമെങ്കിലും പരീക്ഷ എഴുതാം. പരീക്ഷ എഴുതുന്ന ജില്ലയിൽ തന്നെ ഒരു അഡ്രസ് പ്രൂഫൊന്നും വേണ്ട, കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് ഉണ്ടായാൽ മതിയാകും. അപ്പം അവനവൻ ആലോചിക്കുക, ആ എക്സാമിൻ്റെ ആ മെയ് 4-ാം തീയതി ഏറ്റവും കംഫർട്ടായിട്ട് എക്സാം എഴുതുന്നത് എവിടെയായിരിക്കും, അതനുസരിച്ച് എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുക. ഇപ്പം ലാസ്റ്റ് ഇയറിലൊക്കെ നമുക്കറിയാം ഏതാണ്ട് 11 മണി തൊട്ട് തന്നെ നമ്മൾ ക്യൂവിൽ നിന്ന് വെയിലത്ത് നിന്ന് ഒക്കെയാണ് നമ്മൾ എക്സാം ഹാളിനകത്തോട്ട് കയറിയത്. അപ്പോൾ അതൊക്കെ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അറിയാവുന്ന സ്ഥലങ്ങളും അറിയാവുന്ന സ്കൂളുകളും ഒക്കെ ആണെങ്കിൽ ബി പോസിറ്റീവാണ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എക്സാം സെൻറ്ററിലൊക്കെ ഇഷ്ടംപോലെ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സർ, അതുപോലെ സാറ് പറഞ്ഞു ഏറ്റവും കരുതൽ കൊടുത്ത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം സാർ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം നീറ്റ് 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 7-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതെ. അപ്പം തീർച്ചയായിട്ടും എക്സാം സെൻറ്റർ എവിടെ വെക്കണം എന്നുള്ളതിനൊരു പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ അഡ്രസ്സ് അതനുസരിച്ചാണ് ഫില്ല് ചെയ്യേണ്ടത്. കേരളത്തിലാണ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കേരളത്തിലൊരു അഡ്രസ്സ് ഉണ്ടാവണം. എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണ് എഴുതുന്നത് ആ സ്റ്റേറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കണം. വിദേശത്താണെങ്കിൽ വിദേശത്തിൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. പിന്നെ കാറ്റഗറിയെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്ത് കാറ്റഗറിയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത നമ്പറോ നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ 2 ഫോൺ നമ്പറും 2 ഇമെയിൽ ഐ ഡിയും വേണം. ആ 2 ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയൊന്നും ആധാറുമായിട്ട്
ലിങ്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും വർക്ക് ചെയ്യുന്ന 2 ഫോൺ നമ്പറും 2 ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം. പിന്നെ അപ്ലോഡ് ചെയ്യേണ്ട ഇമേജുകളെ കുറിച്ച് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയുമാണ് നമുക്ക് സോഫ്റ്റ് കോപ്പി ആയിട്ട് വേണ്ടത്. ഇതേ ഫോട്ടോ തന്നെ ആയിരിക്കണം നമ്മൾ അഡ്മിറ്റ് കാർഡിൽ പേസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാനും ഉള്ളത്. അപ്പം പ്രിൻ്റ് ഔട്ടും ഉണ്ടായിരിക്കണം, സോഫ്റ്റ് കോപ്പി നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് ഏറ്റവും ലേറ്റസ്റ്റ് ഫോട്ടോ ആയിരിക്കണം. 3 months ലേറ്റർ അതായിരിക്കണം. ഒരു 3 മാസത്തെ പഴക്കേ ആ ഫോട്ടോയ്ക്ക് ഉണ്ടാകാവുള്ളൂ. അപ്പോൾ അത് ഏറ്റവും പുതിയ ഫോട്ടോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കാൻഡിഡേറ്റിൻ്റെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും അതിലുണ്ടെങ്കിൽ അഭികാമ്യം, പ്രിഫറബിളി പേരും ഡേറ്റും ഉണ്ടെങ്കിൽ അത് മസ്റ്റൊന്നുമല്ല. അതൊക്കെ അവനവൻ്റെ ഒരു ആ ഫോട്ടോയുടെ ജെനുവിനിറ്റി തെളിയിക്കാനുള്ള ഒരു ഇതൊന്നും മാത്രമേ ഉള്ളൂ. അത് പ്രാധാന്യമുള്ളതാണെങ്കിൽ പേരും ഡേറ്റും വെച്ചേക്കുക. അതേ ഫോട്ടോ തന്നെ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കാനായിട്ടും പേരും ഡേറ്റും ഉള്ള ഫോട്ടോ ഉപയോഗിക്കുക. ഇനി അതല്ലാതെ തന്നെ നമുക്കറിയാം ഇത് പുതിയ ഫോട്ടോ ആണെന്നുള്ളതാണെങ്കിൽ പേരും ഡേറ്റിനൊന്നും യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത ഫോട്ടോയാണ് നല്ലത്. അപ്പോൾ അതൊക്കെ അവനവൻ്റെ കാൻഡിഡേറ്റിൻ്റെ ഇഷ്ടം. ഇപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, 10 ഫിംഗേഴ്സിൻ്റെ ഇംപ്രഷന്, അതുപോലെ തന്നെ 10th മാർക്ക് ഷീറ്റും 10th പാസ് സർട്ടിഫിക്കറ്റും. അതില്ലാത്തവർക്ക് ചിലപ്പം എല്ലാവരുടെയും മാർക്ക് ഷീറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാർക്ക് ഷീറ്റ് തന്നെ 2 ഫയലാക്കി 2 ഫയൽ നെയിം ആക്കുന്നു. 2 ഡിഫറെൻറ്റ് ഫയൽ നെയിം ആയിരിക്കണം. ദെൻ അഡ്രസ് പ്രൂഫ്. ഇത്രയും മാത്രമേ അപ്ലോഡ് ചെയ്യാനുള്ളൂ. ഈ വർഷത്തെ ആപ്ലിക്കേഷൻ ഏറ്റവും ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാൻ നമുക്ക്. അതുപോലെ തന്നെ ആധാർ ഐ ഡി ആണെന്നുണ്ടെങ്കിലും അതൊന്നും മാൻഡേറ്ററി അല്ല ഇത്തവണ. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ് നീറ്റ്. ഇപ്പോൾ NTA ഈ വർഷത്തെ നീറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കഴിവതും വരുത്താതെ ശ്രദ്ധിക്കുക. ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ അടച്ചതിന് ശേഷം കൺഫർമേഷൻ പേജ് എടുത്തിട്ട് അത് ക്ലാസ് ടീച്ചറിനോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ടൊന്ന് നോക്കുക. നമ്മൾ എന്തെങ്കിലും ചെയ്തത് ചിലപ്പം നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ അത് ചിലപ്പം അറിയാതെ തെറ്റിപ്പോവും. ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം. ഇപ്പോൾ 2024 വരെ കുട്ടികൾ ഏറ്റവും അധികം തെറ്റിച്ചിരിക്കുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന് ജെൻഡർ, മെയിൽ ഫീമെയിൽ എന്നുള്ളത് മാറിക്കിടക്കും. യഥാർത്ഥത്തിൽ വിഷയമുണ്ടോ? ഇല്ല, നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. പക്ഷേ നമുക്ക് ടെൻഷനാകാൻ അത് മതി. അതിന് ശേഷം തെറ്റിച്ചിരിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക. അത് നമുക്ക് സാധാരണ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. കാറ്റഗറി നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. പിന്നെ വരുത്തുന്ന തെറ്റുകളാണ് ഈ അക്കാഡമിക്കലി നമ്മൾ 10th പഠിച്ചതിൻ്റെ റോൾ നമ്പർ, അല്ല 10th പഠിച്ചതിൻ്റെ സ്കൂളിൻ്റെ അഡ്രസ്സ്, 12th പഠിച്ച സ്കൂളിൻ്റെ അഡ്രസ്സ്, പിൻകോഡ്, അല്ല മാർക്ക്, സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ കോമൺ ആയിട്ട് മിസ്റ്റേക്ക് വരുന്നതിനൊക്കെ മറ്റൊരാളും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതെല്ലാം കറക്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. മാർച്ച് 9 മുതൽ നമുക്ക് 3 ദിവസമുണ്ട് നമുക്ക് ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഒരു തെറ്റ് വന്ന് തിരുത്താനുള്ള സമയം. അതുകൊണ്ട് നമ്മൾ കൺഫർമേഷൻ പേജ് എടുത്തിട്ട് അത് കുട്ടിയെ കൊണ്ടോ അല്ലെങ്കിൽ കുട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ പേരൻറ്റിനെ കൊണ്ടോ ക്ലാസ് ടീച്ചറിനെ കൊണ്ടോ ഒക്കെ ഒന്ന് ഓടിച്ച് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്ത് തെറ്റ് വന്നു കഴിഞ്ഞാലും കറക്റ്റ് ചെയ്യാനുള്ള ഒരു രീതി ഇപ്പോൾ ഉണ്ട്. സാർ, ഇപ്പോൾ ഒരു അഡ്രസ് പ്രൂഫിന് നമുക്ക് ഏതൊക്കെ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കർണാടകയിലുള്ള ഒരു മലയാളിക്ക് അദ്ദേഹത്തിന് എക്സാം എഴുതേണ്ടത് കേരളത്തിലാണ്. തീർച്ചയായും വിദേശത്തൊക്കെ എക്സാം എഴുതുന്നവർക്ക് അത് വലിയ സംശയമുണ്ട്, എന്തൊക്കെ പ്രൂഫുകളാണ് അഡ്രസ് പ്രൂഫായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾക്ക് നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം? ഇപ്പം എക്സാം സെൻറ്റർ നമ്മൾ എവിടെയാണോ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഡ്രസ്സ് എവിടെയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിന് നമുക്ക് പ്രൂഫായിട്ട് വെക്കാൻ പറ്റുന്നത് കൂടുതലായിട്ട് എല്ലാവരും വെക്കുന്നത് ആധാർ തന്നെയാണ്. അപ്പോൾ ആധാറിനകത്ത് നമ്മുടെ വീട്ടുപേര്, നമ്മളുടെ സ്ഥലം, ജില്ല എല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ആധാർ ഉപയോഗിക്കാം. പേരൻസിൻ്റെ ഡീറ്റെയിൽസ്, പേരൻസിൻ്റെ 10th കോപ്പി, അല്ലെ കാൻഡിഡേറ്റിൻ്റെ 10th മാർക്ക് ലിസ്റ്റ്, സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ അതിനകത്ത് അഡ്രസ്സ് ഉണ്ട്. അതുപോലെ തന്നെ പാസ്പോർട്ട്, ബാങ്കിൻ്റെ പാസ്ബുക്ക്, റെൻറ്റ് എഗ്രിമെൻറ്റ്, സ്കൂളിൻ്റെ ഐഡൻറ്റി കാർഡ്, ഇതിലേത് വേണമെങ്കിലും. അപ്പോൾ അതർ സ്റ്റേറ്റിലുള്ള ഒരാൾ ഇവിടെ പരീക്ഷ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം ഈവൻ ബ്രില്യൻറ്റിൻ്റെ ID കാർഡ് പോലും ഉപയോഗിക്കാം. എന്തിനാണ് പരീക്ഷ കോട്ടയത്ത് എഴുതുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് പരീക്ഷ കേരളത്തിൽ എഴുതുന്നുള്ളതിന് ഞാൻ ഇവിടെയാണ് പഠിക്കുന്നത്, അതുകൊണ്ട് പരീക്ഷ എഴുതുന്നു. അപ്പം എന്തിന് നമ്മൾ ഇന്ന സ്ഥലം, ഇന്ന സ്റ്റേറ്റ് ചൂസ് ചെയ്തു എന്നുള്ളതിന് ഉത്തരവാണത്. അപ്പോൾ അതിന് ആ അഡ്രസ്സ് മെൻഷൻ ചെയ്യുന്ന ഏത് പ്രൂഫും നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വിദേശത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കൂടുതലും അവരുപയോഗിക്കുന്നത് അവരുടെ എമിറേറ്റ്സ് ID പോലെയുള്ള അവിടുത്തെ ഐഡൻറ്റിറ്റി കാർഡുകളുണ്ട്, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വിസ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. വർക്ക് പെർമിറ്റുകൾ ഉപയോഗിക്കാം. റെൻറ്റ് എഗ്രിമെൻറ്റുകൾ ഉപയോഗിക്കാം വിദേശത്തുള്ളവർക്ക്. ഇല്ലെങ്കിൽ ഈവൻ പാസ്പോർട്ട് പോലും ആണെങ്കിൽ പോലും അവിടുത്തെ അഡ്രസ്സ് ആണെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ആ അഡ്രസ്സ് മെൻഷൻ ചെയ്യുന്ന അഡ്രസ്സുള്ള ഏത് പ്രൂഫും, ഈവൻ ബാങ്കിൻ്റെ പാസ്ബുക്ക് പോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ബാങ്കിൻ്റെ കാർഡുകൾ വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് ഉപയോഗിക്കാം. എന്തിനാണ് നമ്മൾ ആ സ്റ്റേറ്റ്, ആ ഡിസ്ട്രിക്റ്റ് അല്ല, ആ സ്റ്റേറ്റ് എന്തിനാണ് നമ്മൾ എക്സാമിനായിട്ട് ചൂസ് ചെയ്തതെന്നുള്ളതാണ്. അതിൽ യഥാർത്ഥമുള്ള കാര്യം എന്താണോ, എന്തിനാണോ നമ്മളത് ചൂസ് ചെയ്തത്, ആ അഡ്രസ്സുള്ള
ഏത് പ്രൂഫും അഡ്രസ് പ്രൂഫായിട്ട് വെക്കാം. പെർമനൻറ്റും പ്രസൻറ്റും ഡിഫറെൻറ്റ് അഡ്രസ്സാണ് വെക്കുന്നതെങ്കിൽ, ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ആണ് വെക്കുന്നതെങ്കിൽ നമുക്ക് 2 അഡ്രസ് പ്രൂഫ് ഒരുമിച്ച് ഒറ്റ PDF ആക്കാം. എന്നാൽ പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും ഒരു സ്റ്റേറ്റ് തന്നെയാണെങ്കിൽ ഒറ്റ അഡ്രസ് പ്രൂഫ് മതി. രണ്ടും നമുക്ക് ഡിഫറെൻ്റ് ആണെന്ന് യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പം അഡ്രസ് പ്രൂഫ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ആ സ്റ്റേറ്റിൽ ഇപ്പോൾ ആ മെയ് 4-ാം തീയതി ഉള്ളതെന്നുള്ളൊരു ജെനുവിനിറ്റി കാണിക്കാൻ വേണ്ടി മാത്രമാണ്. മാൽ പ്രാക്ടീസൊക്കെ മാക്സിമം തടയുക എന്നുള്ളത് തന്നെയാണ്. കാരണം 2024 പല കുട്ടികളും എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മറ്റു പല സ്റ്റേറ്റുകളും ചൂസ് ചെയ്തതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അത് കൊണ്ടുവന്നത് മാത്രമാണ്. അത് നമുക്ക് നമ്മുടെ അഡ്രസ്സുള്ള ഏത് പ്രൂഫും വാലിഡായിട്ട് നമുക്ക് അത് അപ്ലോഡ് ചെയ്യാം. സാർ, ഈ ഒരു ആപ്ലിക്കേഷൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്ത് എന്തെങ്കിലും തിരുത്തലുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ അലേർട്ട് ചെയ്യുക, അതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണ്? അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കും പേരൻസിനും ഒക്കെ ശ്രദ്ധിക്കാനുള്ളത്. ഈ നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളുടെ അക്കാഡമിക്കലി ആയിട്ടുള്ളതും പേഴ്സണൽ ആയിട്ടുള്ളതും കോൺടാക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ അപ്ലൈ ചെയ്യുന്ന 25 ലക്ഷം പേരുടെയും ഒരു ഡേറ്റയും ഇപ്പോൾ NTA വെരിഫൈ ചെയ്യുന്നില്ല. നമ്മൾ അഡ്രസ് പ്രൂഫ് എന്താണ് കൊടുത്തത്, ക്ലാസ് 10ൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്താണ്, ഇതൊന്നും NTA വെരിഫൈ ചെയ്യുന്നില്ല. നമ്മുടെ ഇപ്പം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മേടിച്ച് വെക്കുന്നു. ഇതിന് ശേഷം ആകെ NTA നോക്കുന്നത് ഫോട്ടോയും സിഗ്നേച്ചറും വെരിഫൈ ചെയ്യും. അത് ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോക്കുന്നുണ്ട്. ഇനി ഒരിക്കൽ കൂടി അത് അവർ വെരിഫൈ ചെയ്യും. ചിലപ്പോൾ അത് ആവശ്യത്തിന് പിക്സൽ റേറ്റ് ഉള്ളതായിരിക്കില്ല, അല്ലെങ്കിൽ ജെനുവിനായിട്ടൊരു പാസ്പോർട്ട് ടൈപ്പ് ആയിരിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ അപാകത ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയിപ്പോയി, ബാക്ക്ഗ്രൗണ്ട് വേറൊരു കളറാണെന്നുള്ളത് യാതൊരു പ്രോബ്ലം ഉള്ളതല്ല. പ്രിഫറബിളി വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണമെന്ന് മാത്രമേ ഒരു ഇതുള്ളൂ. 2 ചെവിയും കാണണം എന്നുള്ളതൊന്നും മസ്റ്റല്ല. ആളെ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇമേജസ് ഫോട്ടോയുടെ കാര്യമുള്ളൂ. അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിനകത്ത് ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമാണ് NTA വെരിഫൈ ചെയ്യുന്നത്. അത് നമ്മളെ അറിയിക്കുന്നതാവട്ടെ ഏപ്രിൽ 16-ാം തീയതിയോടുകൂടി ഏറ്റവും ലാസ്റ്റ് ടൈമിൽ മാത്രമേ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇൻറ്റിമേഷൻ നമുക്ക് വരികയുള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പം തൊട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മുഴുവൻ ഇരുന്ന് അവരിതെല്ലാം വെരിഫൈ ചെയ്തിട്ട് നമുക്ക് ഇമെയിൽ അയക്കുകയോ നമുക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യില്ല. പകരം മുഴുവൻ ആപ്ലിക്കേഷൻ്റെയും നമ്മളെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാവുന്ന എല്ലാ ഡീറ്റെയിൽസും അവർ കളക്ട് ചെയ്യുകയും എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ ഒരു ക്ലെയിമോ വരുന്നൊരു സമയത്ത് എക്സാം സെൻറ്ററിലായിരിക്കാം, റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, അഡ്മിഷൻ സമയത്തായിരിക്കാം, ആ സമയത്ത് ഈ വിദ്യാർത്ഥി ആപ്ലിക്കേഷൻ സമയത്ത് എന്തെല്ലാം കൊടുത്തു അത് ജെനുവിൻ ആണോ എന്ന് ആ സമയത്ത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇപ്പോൾ ഇരുന്ന് ഈ മുഴുവൻ 25 ലക്ഷം വിദ്യാർത്ഥികളുടെയും ഒരു ഡേറ്റയും NTA വെരിഫൈ ചെയ്യുന്നില്ല. അവർ നമ്മളെ ഒട്ടൊന്നും അറിയിക്കത്തുമില്ല. അപ്പോൾ ഈ മാർച്ച് 9-ാം തീയതിയിലത്തെ കറക്ഷൻ എന്ന് പറയുന്നത് നമ്മളായിട്ട് വരുത്തിയ തെറ്റുകൾ തിരുത്താനാണ്. നമുക്ക് അഡ്രസ്സിനകത്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, നമ്മൾ മാർക്ക് കൊടുത്തതിനകത്ത് +2 മാർക്ക് കൊടുത്തതിനകത്തൊരു തെറ്റ് വന്നു, നമുക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയമാണ് മാർച്ച് 9 എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഏപ്രിൽ 16-ാം തീയതി എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് വരുമ്പോഴാണ് നമുക്ക് ഏത് ജില്ലയിലാണ് അനുവദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഇനി ആ സമയത്ത് നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുകയും നമുക്കത് മാറ്റാൻ ആവശ്യത്തിന് സമയവും തരികയും ചെയ്യും. ഒരു ആപ്ലിക്കേഷനും NTA റിജക്റ്റ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്ത് കളയുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ഫോട്ടോ ചെവി കാണാൻ മേലാത്തതാണ്, അല്ലെങ്കിൽ തട്ടമിട്ടാണ് ഫോട്ടോ എടുത്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഡ്രസ് പ്രൂഫുകളൊന്നും മാച്ച് ആകുന്നില്ല, അങ്ങനെയൊന്നും പറഞ്ഞ് ഒരു ആപ്ലിക്കേഷനും റിജക്റ്റ് ചെയ്യില്ല. 25 ലക്ഷം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 25 ലക്ഷം പേരും പരീക്ഷ എഴുതിയിരിക്കും. അതിനൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. പിന്നെ എന്തെങ്കിലും ഇത് കറക്റ്റ് ചെയ്യേണ്ടത് നമ്മളെ അറിയിക്കുകയും നമുക്ക് മാറ്റാൻ സമയം തരികയും ചെയ്യും. അഡ്മിറ്റ് കാർഡ് വരുന്നതിന് മുമ്പായിട്ട് ഇത് മാറ്റിയാൽ മതി. ഇനി അഡ്മിറ്റ് കാർഡ് വന്നപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എപ്പോഴാണോ ഇത് കറക്റ്റ് ചെയ്യുന്നത് അപ്പോഴേ അഡ്മിറ്റ് കാർഡ് കിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആപ്ലിക്കേഷൻ സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള ഓവർ ആങ്സൈറ്റികളൊന്നും വേണ്ട. ഏറ്റവും നല്ല രീതിയിൽ വളരെ സാവധാനത്തിൽ തെറ്റുകളൊന്നും വരുത്താതെ ചെയ്യുക. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മെയ് 4-ാം തീയതി എക്സാം എഴുതാനുള്ളൊരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ സാർ, ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട രീതി, ഇപ്പോൾ കുറച്ച് ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഇപ്പോൾ കുട്ടികൾ നമ്മുടെ ഒരു ജനറേഷനിലൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഫോൺ ത്രൂ ഇതിനെ സമീപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കൾ ഇതിൽ കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് കുട്ടികളാണോ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് സാറിന് സൊല്യൂഷൻ പറയുകയാണെങ്കിൽ? തീർച്ചയായിട്ടും പേരൻസ് തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ കണ്ടിരിക്കുന്നത് പല ഡീറ്റെയിൽസും എൻട്രി ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റ്സിന്, വിദ്യാർത്ഥികൾക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊരു ഐഡിയ ഉണ്ടാവില്ല. അഡ്രസ്സുകളെക്കുറിച്ചാവാം, സ്കൂളുകളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അക്കാഡമിക് ഡീറ്റെയിൽസിനെ കുറിച്ചായിരിക്കാം, ഇമേജുകളെക്കുറിച്ചൊക്കെ ആയിരിക്കാം. കാരണം അവർ പഠിക്കുന്ന സമയമല്ലേ, അവർ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പഠിത്തവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അവർ അറിയേണ്ടതല്ലേ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവാം. തീർച്ചയായിട്ടും അതൊക്കെ മറ്റൊരു വശം. പക്ഷേ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്
കറക്റ്റായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരിക്കുന്നതും തെറ്റുകൂടാതെ ചെയ്യുന്നതും പേരൻസാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് കണ്ടിരിക്കുന്നത്. പിന്നെ പബ്ലിക്കായിട്ടുള്ള അക്ഷയ സെൻറ്റർ പോലുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാം. കാരണം അവരെയൊക്കെ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ അവർക്ക് കറക്റ്റ് മെത്തേഡ് സ്കാൻ ചെയ്യാനും കറക്റ്റായിട്ട് ഇത് സക്സസ് ആണോ എന്നൊക്കെ അറിയാനായിട്ട് തീർച്ചയായിട്ടും സമ്മതിക്കും. പക്ഷേ അവിടെ ഒരു കാര്യം, നമ്മളും കൂടെ കൂട്ടത്തിലിരുന്ന് ഈ ഡേറ്റയെല്ലാം നമ്മളും കൂടെ കാണുന്ന രീതി ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഒരിടത്തിരുന്നിട്ട് മറ്റൊരാളെ ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് അവസാനം പേയ്മെൻറ്റ് അടച്ചിട്ട് ഒരു കൺഫർമേഷൻ പേജ് മാത്രം മേടിച്ച് പോകുന്ന രീതി ആയിരിക്കരുത്. നമ്മളും കൂടെ കൂട്ടത്തിലിരുന്ന് നമ്മൾ തന്നെ ഓരോ ഡേറ്റയും എൻട്രി ചെയ്യുന്നത് കണ്ട് നമ്മളതെല്ലാം വെരിഫൈ ചെയ്ത് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്നതാണെങ്കിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം, യാതൊരു പ്രോബ്ലവുമില്ല. പിന്നെ മൊബൈൽ ഫോണിൽ ചെയ്യാൻ ഇത് ഭയങ്കര പാടാണ്. കഴിവതും നിങ്ങൾ ദയവായിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ഒന്നുകിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ വഴിയൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. പേഴ്സണൽ കമ്പ്യൂട്ടർ തന്നെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഫോൺ വഴി ചെയ്യാൻ കഴിവതും ശ്രമിക്കാതിരിക്കുക. സാർ ഇപ്പോൾ പറഞ്ഞു നമുക്ക് തിരുത്താനുള്ള അവസരങ്ങൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. സാർ അതിനൊരു മറുവശം കൂടി, നമുക്ക് ഇനി തിരുത്താൻ പറ്റില്ല ഈ കാര്യം എന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിലുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ആധാർ വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷനോട് മുമ്പോട്ട് പോകുന്നതെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ പേര് കറക്റ്റ് ചെയ്യാനായിട്ട് പിന്നെ അനുവദിക്കുകയില്ല. കാരണം ഓൾറെഡി അത് വെരിഫൈഡ് ആണ്, പിന്നെ അത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ആധാർ വെരിഫൈ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരവസരത്തിലും കാൻഡിഡേറ്റിൻ്റെ പേര് കറക്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല, പ്രിലിമിനറി ആയിട്ട് കൊടുത്ത ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും കറക്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മൾ ഓൾറെഡി ആദ്യത്തെ ഫസ്റ്റ് രജിസ്ട്രേഷന് കൊടുത്ത ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും ആപ്ലിക്കേഷൻ കഴിഞ്ഞു, അതായത് മെയ് 7-ാം തീയതി കഴിഞ്ഞതിന് ശേഷത്തെ കാര്യമാണ് പറഞ്ഞത്. മെയ് 7-ാം തീയതിക്ക് ശേഷം പ്രിലിമിനറി ആയിട്ട് കൊടുത്ത ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി കറക്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല. അതുപോലെ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ആണ് ഏറ്റവും പ്രധാനം. ഒരു കാരണവശാലും അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് പിന്നീട് മാറ്റാൻ അനുവദിക്കില്ല. അത് അവർക്ക് NTA-ക്ക് ഒരു തെറ്റാണെന്ന് കണ്ടിട്ട് നമ്മളെ അറിയിച്ചാൽ മാത്രമേ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് മാറ്റാനായിട്ട് അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം കാൻഡിഡേറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പ്രിലിമിനറി ആയിട്ട് കൊടുക്കുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ്, ഇത്രയും നമുക്ക് തിരുത്താനാവില്ല. അതുകൊണ്ട് അത് ചെയ്യുമ്പം വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഒരു കാരണവശാലും മാറിപ്പോകരുത്. അവിടെയാണ് നമ്മൾ ഈ ഫയൽ നെയിം ഇത്തവണ അവർ ഓരോ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫയൽ നെയിം തന്നെ കൊടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു കാരണവശാലും അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് മാറിപ്പോകാൻ പാടില്ല. അപ്പം അത് ഈ നമ്മൾ പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഉറപ്പ് വരുത്തണം. നമ്മളുടെ ഇമേജ് തന്നെയാണ് അപ്ലോഡ് ആയതെന്നുള്ളത് 100% നമ്മൾ ഉറപ്പ് വരുത്തുന്നവരുടെ നമുക്കത് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. പിന്നെ കാറ്റഗറിയെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ജനറലൊന്ന് അപ്ലൈ ചെയ്തു, പക്ഷേ നമുക്കൊരു മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസം മനസ്സിലായി നമുക്ക് കാറ്റഗറി സർട്ടിഫിക്കറ്റ് കിട്ടുമായിരുന്നു, നമ്മൾ EWS കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ OBC കിട്ടുമായിരുന്നു എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് കാറ്റഗറിയിലോട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ചേഞ്ച് ചെയ്യാനാവില്ല. ഇപ്പോൾ കൊടുക്കുന്ന കാറ്റഗറി മാത്രമേ നമുക്ക് നീറ്റിൻ്റെ അഡ്മിഷൻ്റെ ഏറ്റവും അവസാന ദിവസം വരെ നിലനിൽക്കുകയുള്ളൂ. ഓൾ ഇന്ത്യ ലെവലിൽ എയിംസിൽ, ജിപ്മറിൽ, ESI കോട്ടയിൽ ഒക്കെ ഇപ്പോൾ എന്ത് കാറ്റഗറിയാണോ നമ്മൾ കൊടുക്കുന്നത് അത് തന്നെ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ OBC ആയിട്ട് കൊടുത്തു, അല്ല EWS എന്ന് പറഞ്ഞ് കൊടുത്തു, പക്ഷേ നമുക്ക് ജൂണിൽ നമ്മൾ സർട്ടിഫിക്കറ്റിന് പുതിയത് ചെന്നപ്പോൾ നമുക്ക് തരില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരവസരമുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ജനറലിലോട്ട് മാറ്റാൻ. കാറ്റഗറി വെച്ച് കൊടുത്തിട്ട് ജനറലിലോട്ട് മാറ്റാൻ നമുക്കൊരവസരമുണ്ട്. പക്ഷേ നമ്മൾ ജനറൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുത്തു, അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ കാറ്റഗറി കിട്ടിയെന്ന് അറിഞ്ഞത്. കാറ്റഗറിയിലോട്ട് ഒരിക്കലും ആപ്ലിക്കേഷൻ ചേഞ്ച് ചെയ്യാൻ അനുവദിക്കില്ല. സാർ, ഇപ്പോൾ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിലേക്ക് നമ്മൾ ESIയിലേക്ക് എത്തിയാൽ അതും ഈ കൂടെ പറയേണ്ട ആവശ്യകതയുണ്ടോ സാർ? ഇല്ല, നമുക്ക് അങ്ങനൊരു ചോദ്യമേ ഇല്ല. നീറ്റ് 2025 എന്നല്ല, മുമ്പും ഇല്ലായിരുന്നു, ഇപ്പോഴും ഈ വർഷവും ഇല്ല. നമ്മൾ എന്തിലോട്ടാണ് അഡ്മിഷൻ എടുക്കുന്നതെന്നൊരു ചോദ്യമില്ല. ഇത് നമുക്ക് മെയ് 4-ാം തീയതി പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമുള്ളൊരു ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഇവിടെ നമുക്ക് നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാൻഡിഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സണൽ ഡീറ്റെയിൽസും മാത്രമേ ഉള്ളൂ. അതിനുശേഷമാണ് മെയ് മാസത്തിലാണ് ESIയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത്. അതിനുശേഷം അലോട്ട്മെൻറ്റ് സമയത്ത് മാത്രമേ ഇത് പരസ്പരം ലിങ്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പം അങ്ങനൊരു ചോദ്യമില്ല. നമുക്കറിയാം, ഈ നീറ്റ് എക്സാം നടക്കുന്നത് MBBSൻ്റെയും BDSൻ്റെയും കോഴ്സുകൾക്ക് വേണ്ടിയിട്ടാണ്. BSc നേഴ്സിങ്ങിന് ചില സ്ഥാപനങ്ങളെല്ലാം ഇതെടുക്കുന്നുണ്ട്. ആയുഷിൻ്റെ, ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും അലോക്കേഷൻ, ഓൾ ഇന്ത്യ ലെവൽ അലോക്കേഷൻ നീറ്റിൽ നിന്നാണ് എടുക്കുന്നത്. ഓൾ ഇന്ത്യ വെറ്റിനറി അഡ്മിഷൻ എടുക്കുന്നതെല്ലാം നീറ്റിൽ നിന്നാണ്. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ മെയ് 4-ാം തീയതി പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് കാറ്റഗറിയും NRIയും നാഷണാലിറ്റിയും മാത്രമാണ് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ.
സാർ ഇപ്പോൾ കാറ്റഗറി കൊടുക്കാനുള്ള അവസരം ഇല്ല എന്ന് സാർ ഇങ്ങനെ പറയുന്നത്, അപ്പോൾ NRI കൊടുക്കാനുള്ള ഒരു അവസരം? ഇവിടെ നമ്മൾ നീറ്റിന് NRI എന്ന് ചോദിച്ചിരിക്കുന്നത് ഡീംഡ് കോളേജുകളിൽ നമുക്കറിയാം ഏതാണ്ട് 50ഓളം ഡീംഡ് കോളേജുകൾ MBBS BDSനായിട്ടുണ്ട്. വളരെ ഉയർന്ന ഫീസുള്ള കോളേജുകളാണ്. അവിടെ NRI ഫീസിന് അതിലും ഉയർന്ന ഫീസാണ്. അങ്ങനെ ഡീംഡ് കോളേജുകളിൽ NRI ആവശ്യമുള്ളവർ മാത്രം നാഷണാലിറ്റി NRI എന്ന് കൊടുത്താൽ മതിയാകും. ഇനി ഇപ്പം നമ്മളത് കൊടുത്തില്ലെങ്കിൽ പോലും ഇപ്പം ഇന്ത്യന് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനുശേഷം നമുക്ക് നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും NRI സ്റ്റാറ്റസിലോട്ട് ചേഞ്ച് ചെയ്യാൻ അവസരമുണ്ട്. നമുക്ക് വളരെ കുറഞ്ഞ മാർക്കാണ്, 100, 160, 200 മാർക്ക് കിട്ടിയുള്ളെങ്കിലും ഒരു ഡീംഡ് കോളേജിൽ NRI സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സാർ ഇപ്പോൾ റിപ്പീറ്റേഴ്സ് ഉണ്ട്, റിപ്പീറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ പല വർഷങ്ങളായിട്ട് നീറ്റിനെ അഭിമുഖീകരിക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിതിൽ മെൻഷൻ ചെയ്യേണ്ടതുണ്ടോ? അതുപോലെ തന്നെ ഈ ഒരു പേരൻസിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതിൽ കൃത്യതയ്ക്ക് എത്രമാത്രം ഉറപ്പ് വരുത്തണം? നമുക്ക് ഇപ്പം ഇതിനകത്തൊരു ക്വാളിഫിക്കേഷൻ കോഡ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് അപ്പിയറിംഗ് ആണോ, 2025 ബോർഡ് എക്സാം എഴുതുന്നവരാണോ, അതോ ഇതിനു മുമ്പ് തന്നെ ഓൾറെഡി ക്വാളിഫിക്കേഷൻ ക്ലിയർ ചെയ്തതാണോ, പാസ്ഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി റിപ്പീറ്റേഴ്സ് ആണെങ്കിലും റിപ്പീറ്റേഴ്സ് ആണെങ്കിലും സൂപ്പർ റിപ്പീറ്റേഴ്സ് ആണെങ്കിലും ക്വാളിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്നത് 2 ഓൾറെഡി പാസ്ഡ് എന്നുള്ളത് കൊടുത്താൽ മാത്രം മതിയാകും. എന്താണ് നമ്മൾ നീറ്റ് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എത്ര വർഷമായി എന്നുള്ളതൊന്നും പ്രശ്നമല്ല. 2 എന്നുള്ളത് കൊടുത്താൽ മാത്രം മതിയാകും. പിന്നെ നമ്മളോട് പ്രീവിയസ് എത്ര പ്രാവശ്യം നീറ്റ് എഴുതിയെന്നൊരു ചോദ്യമുണ്ട്. അപ്പം റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്, 1 എന്നാണ് കൊടുക്കേണ്ടത്. റിപ്പീറ്റേഴ്സ് ആണ് 2 പ്രാവശ്യം നീറ്റ് എഴുതിയിട്ടുണ്ട്, ഇത് 3ാമത്തെ അറ്റൻഡ് ആണെങ്കിൽ 2 എന്നാണ് കൊടുക്കേണ്ടത്. പ്രീവിയസ് എത്ര പ്രാവശ്യം അറ്റൻഡ് ചെയ്യുന്നത് അതൊരു ജെന്യുവൻ ക്വസ്റ്റ്യൻ എന്ന് മാത്രമേ ഉള്ളൂ. പ്രാധാന്യം ഒരു ഡേറ്റാബേസ് കളക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പേരൻസിൻ്റെ ഇൻകം, പേരൻസിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഈ 25 ലക്ഷം പേരുടെ ഒരു ഡേറ്റ അവർക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഈ എൻട്രൻസിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്, സെൽഫ് സ്റ്റഡി ആണോ, ട്യൂഷനാണോ, കോച്ചിങ് ആണോ എന്നൊക്കെ ചോദ്യമുണ്ട്. അപ്പം അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. നമ്മുടെ പേഴ്സണലുമായിട്ട് അഡ്മിഷനായിട്ടൊന്നും യാതൊരു തരത്തിലും ബന്ധപ്പെട്ടുള്ളതല്ല. എന്നാൽ നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ കാൻഡിഡേറ്റിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കഴിഞ്ഞിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും പേര് എൻ്റർ ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത് കാൻഡിഡേറ്റിൻ്റെ 10ാം ക്ലാസ്സിനനുസരിച്ച് തന്നെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. പേരൻസിൻ്റെ 10ാം ക്ലാസ് അനുസരിച്ച് നോക്കുന്നതിനേക്കാളും കാൻഡിഡേറ്റിൻ്റെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിൽ എന്താണ് പേരൻസിൻ്റെ പേര് കിടക്കുന്നത് അത് തന്നെ അതേപടി സ്പെല്ലിംഗ് ഫോളോ ചെയ്യുന്നതാണ് നല്ലത് കൂടുതൽ. കാരണം അഡ്മിഷൻ സമയത്തൊക്കെ കാൻഡിഡേറ്റിൻ്റെ 10th and 12th മാത്രമേ വെരിഫൈ ചെയ്യുള്ളൂ. കഴിഞ്ഞ വാരം ശിവൻ സാറിനൊപ്പം വന്ന പ്രോഗ്രാമിൽ ശിവൻ സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഈ ആഴ്ച നമ്മൾ ഈ ഒരു എപ്പിസോഡ് നടത്താൻ പോകുന്നത് അല്ലെങ്കിൽ 132ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നതിൽ പ്രധാന കാര്യമെന്ന് പറയുന്നത് മെയ് 4-ാം തീയതി തന്നെയായിരിക്കും എക്സാം എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും എനിക്ക് അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ നവംബർ മുതൽ തന്നെ നമ്മുടെ എക്സാമിൻ്റെ ഷെഡ്യൂളൊക്കെ തയ്യാറെടുക്കുമ്പം നമ്മൾ വിദ്യാർത്ഥികളോട് കൃത്യമായിട്ട് പറഞ്ഞിരുന്നത് മെയ് ആദ്യത്തെ സൺഡേ മെയ് 4-ാം തീയതിയാണ് എക്സാം. അതനുസരിച്ച് നമ്മുടെ തിയറി ക്ലാസ്സുകൾ, മോഡൽ എക്സാമുകളൊക്കെ നമ്മൾ കൃത്യമായിട്ടൊരു പാറ്റേണിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കൂടുതൽ താമസിക്കുന്നതൊന്നും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഒരു ഗുണമൊന്നും കിട്ടില്ല. അത് ജൂണിലോട്ടോ ജൂലൈയിലോട്ടൊന്നും പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ടൊരു പ്രയോജനം കിട്ടില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പം കൃത്യമായിട്ടും മെയ് 4-ാം തീയതി അനുസരിച്ച് നമുക്ക് അക്കാഡമിക് കലണ്ടർ നേരത്തെ തന്നെ തയ്യാറെടുക്കാൻ കഴിഞ്ഞതും അതിൽ വിദ്യാർത്ഥികളെ കൃത്യമായിട്ട് നമുക്ക് തയ്യാറെടുക്കാൻ കഴിയും. ഇപ്പോൾ ഏതാണ്ട് 10ഓളം മോഡൽ എക്സാമുകൾ കഴിഞ്ഞു. ഏറ്റവും കംഫർട്ടായിട്ട് അവർ ചെയ്യുന്നൊരു സമയമാണ്. ഒന്നും കൂടെ ഏതാണ്ട് 31 പ്രാവശ്യത്തോളം ഒരു ചാപ്റ്റർ പഠിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ഈ അക്കാഡമിക് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ ഏതാണ്ട് ആദ്യത്തെ ഒരു 10-12 പ്രാവശ്യത്തോളം അവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം കൃത്യമായിട്ടൊരു പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു ഈ വർഷത്തെ നീറ്റ് 2025 വിജയത്തിനെ വളരെയധികം ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. കൃത്യമായിട്ട് നമുക്ക് ആ കലണ്ടർ കറക്റ്റായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ശിവൻ സാർ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു കറക്റ്റ് പാത്തിലൂടെ തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ലക്ഷ്യത്തിനൊപ്പം ബ്രില്യൻ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതാ ഇപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും 2025 മെയ്യിൽ എക്സാം എഴുതുന്ന മെയ് 4-ാം തീയതി എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ വളരെ കോൺഫിഡൻ്റ് ആവുന്ന വിധമാണ് ബ്രില്യൻറ്റിൻ്റെ ഓരോ ക്രമീകരണങ്ങളും. ഇനിയും ഒരുപാട് മോഡൽ എക്സാമുകൾ വരാനിരിക്കുന്നു. നിങ്ങൾ എക്സാം ഹാളിൽ കണ്ടുമുട്ടാൻ പോകുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്ത് പരിശീലിക്കാനുള്ളൊരു വലിയ അവസരമാണ് ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെൻ്റർ. ഈ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് മാത്രം മതി. കാൻഡിഡേറ്റ് ഈ അപ്ലൈ ചെയ്യുന്ന പേരൻസ് ആണ് അപ്ലൈ ചെയ്താലും കാൻഡിഡേറ്റ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. മെയ് 4-ാം തീയതി ഞാൻ ഏറ്റവും കംഫർട്ടായിട്ട് ആ എക്സാം എഴുതണം. ആ എക്സാം ഹാളിൽ ചെല്ലുന്ന ID പ്രൂഫുമായിട്ട്, ഫോട്ടോയുമായിട്ട്, എവരിതിങ് ആ എക്സാം ഏറ്റവും കംഫർട്ടായിട്ട് ചെയ്യാൻ ഞാൻ എന്താണ് തയ്യാറെടുക്കേണ്ടത്? പഠിത്തത്തിനപ്പുറത്തൊരു സ്മാർട്ട് വർക്ക്, അതാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ബാക്കിയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സമയമുണ്ട്. യെസ്. അപ്പോൾ തീർച്ചയായിട്ടും ഓൺലൈൻ ആപ്ലിക്കേഷനും ഒക്കെയായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് സംശയങ്ങൾ
വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങളൊക്കെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ താഴെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയുമായിട്ട് 11-ാം തീയതി രാത്രി 7:30 ശിവൻ സാർ നയിക്കുന്ന ഒരു ലൈവുണ്ട്. അപ്പോൾ ഈ ഒരു ലൈവിൻ്റെ ഭാഗമാവാൻ ലോകമെമ്പാടുമുള്ള നീറ്റ് എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സംശയങ്ങൾക്ക് അതിനെ കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ ശിവൻ സാർ കൃത്യമായി ലൈവിൽ എല്ലാവർക്കും ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.